കൊല്ലം മൈലാപ്പൂരിൽ യുവാവിന് തീപ്പൊള്ളലേറ്റ സംഭവം യുവാവിനെ കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് സൂചന. തീപ്പൊള്ളലേൽക്കുന്ന സമയത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. തീ കൊളുത്തിയ സമയം രണ്ടുപേർ ഓടിമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഒമേനല്ലൂർ സ്വദേശി റിയാസിനാണ് പൊള്ളലേറ്റത്. കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, പൊള്ളലേറ്റ റിയാസിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? മാത്രമല്ല, ഇത്തരത്തിൽ പരിക്കേൽപ്പിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും വ്യക്തമാണോ? ഇന്നലെ രാത്രി 8:30 മൈലാപ്പൂര് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ ഏർവാടി പള്ളിയിൽ പോയി മടങ്ങി വന്ന റിയാസിനെ സുഹൃത്തുക്കൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 20,000 രൂപ റിയാസ് ഈ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇത് സുഹൃത്തുക്കളായ ഷഫീഖ്, സുഹൈൽ എന്നിവരാണ് റിയാസിനെ വിളിച്ചു വരുത്തിയതും. പിന്നീട് അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഈ സമയം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ റിയാസിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പരാതി. ഇപ്പോൾ 65% പൊള്ളലേറ്റ റിയാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിട്ടുണ്ട്, പോലീസും മൊഴിയെടുത്തിട്ടുണ്ട്. കൊലപാതക വധശ്രമത്തിനാണ് പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതികൾ ഒളിവിലാണെന്ന് കൊട്ടിയം പോലീസ് പറഞ്ഞു. അതേസമയം ഇതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ഈ തീ കൊളുത്തുന്നതും രണ്ടുപേർ ഓടി മറയുന്നതും അതിൽ പ്രത്യേകമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പോലീസ് പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്.